ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ആമോസ് പ്രവാചക പുസ്തകം, ബുക്ക് ഓഫ് ആമോസ്, ചാപ്റ്റർ 3 വേഴ്സസ് 3 ഒന്ന് വായിക്കാം. 3-ാം അധ്യായം 3-ാം വാക്യം. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ദൈവത്തിന് സ്തോത്രം. Do to walk together unless they have agreed to meet. എന്താണ് ഈ വാക്യത്തിനകത്ത്? എന്നോടും എൻ്റെ കുടുംബത്തോടും ദൈവസഭയോടും എല്ലാ കുടുംബങ്ങളോടുള്ള ഒരു മെസ്സേജ്, ദൂത് ഈ ഒരൊറ്റ വാക്യത്തിൽ മറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ശ്രദ്ധിച്ചു കേൾക്കണം. ഇനിയും ദ മോസ്റ്റ് പവർഫുൾ സിൻ ഇൻ സ്പിരിച്വൽ ലൈഫ്, അതിനെക്കുറിച്ചാണ് ഇന്ന് പകൽക്കാലം സംസാരിക്കുവാൻ പോകുന്നത്. ദ മോസ്റ്റ് പവർഫുൾ സിൻ ഇൻ സ്പിരിച്വൽ ലൈഫ് എന്താണത്? രണ്ടുപേർ തമ്മിൽ എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ആരാണ് ഈ രണ്ടുപേർ? ഒന്ന് ദൈവവും ഒന്ന് ഞാനും. The world is telling, even the spiritual world is telling, God agree with me. We shall be united together. നമ്മൾ ഒരുമിച്ചാകാം. എൻ്റെ ഇഷ്ടപ്രകാരം നീ എൻ്റെ അരിയിലേക്ക് വാ. പക്ഷെ എങ്ങനെയാണ് ഇവിടെ യുണൈറ്റഡ് ആയി തീരുന്നത്? യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ, ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 1 വേഴ്സസ് 2-ൽ ദൈവം കരയുകയാണ്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരുക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ദുഃഖം ഇവിടെ കാണുകയാണ്. സ്തോത്രം. The man become rebellious. A group of rebellion people. Praise God. ഞാൻ പോറ്റി വളർത്തി അവരെ, പക്ഷെ അവരെന്നോട് മത്സരിക്കുന്നത്. എങ്ങനെയാ മത്സരിക്കുന്നത്? 3-ാം വാക്യം ഒന്ന് വായിച്ചേ. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. See, കാളയ്ക്കറിയാം, I have to be united with my boss. ബോസ് ഒരിക്കലും എൻ്റെ അടുത്ത് യുണൈറ്റഡ് ആകുകയില്ല. കാള തന്റെ ഉടയവനെ അറിയുന്നു. He is going back to the owner, the Lord. കഴുത തന്റെ യജമാനന്റെ അരികിലേക്ക് കഴുത പോകുകയാണ്. അടുത്ത വാക്യം. ഇസ്രായേൽ അറിയുന്നില്ല, എന്റെ ജനം അത് ഗ്രഹിക്കുന്നില്ല. സ്തോത്രം. എങ്ങനെയാണ് സ്പിരിച്വലി യുണൈറ്റഡ് ആകുവാൻ കഴിയുന്നത്? ഗെത്സമന തോട്ടത്തിൽ ഒരു പ്രാർത്ഥന ഉയർന്നു. എന്റെ ഇഷ്ടമല്ല പിതാവേ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. പിതാവും പുത്രനും യുണൈറ്റഡ് ആയി ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. സ്തോത്രം. ഈ ഉപവാസ ദിനങ്ങളിൽ ദൈവത്തിന്റെ ഹിതപ്രകാരമായി തീരുകയില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്ന ശക്തികളിൽ നിന്ന് നിന്നെ, നിന്റെ കുടുംബത്തെ ദൈവം വിടുവിക്കാൻ പോകുകയാണ്. അതാണ് റിസ്റ്റോറേഷൻ സംഭവിക്കാൻ പോകുന്നത്. ഒരിക്കലും ഞാൻ ദൈവഭാഗത്ത് എത്തുകയില്ല, ദൈവം എൻ്റെ അരികിലേക്ക് എത്തണം, നടക്കത്തില്ല. എന്താണ് റിസ്റ്റോറേഷൻ? ഇറക്കിവിട്ട തോട്ടത്തിലേക്ക്, ഇറക്കിവിട്ട സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിലേക്ക്, ഇറക്കിവിട്ട ഗ്ലോറിയിലേക്ക് നിന്നെ മടക്കിക്കൊണ്ടിരുന്ന റിസ്റ്റോറേഷൻ. യു ഹാവ് ടു കം ബാക്ക്. സ്തോത്രം. ഇവിടെ കാളയ്ക്കും കഴുതയ്ക്കും തിരിച്ചറിയാൻ കഴിയാവുന്ന കാര്യം നിനക്ക് എന്തുകൊണ്ട് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല? സ്തോത്രം. ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേ. നിന്നോട് ആ ദൂത് പറയുന്നത്. ദൈവഭാഗത്ത് നിൽക്കില്ല എന്ന് വാമൻ നിന്നോട് പൊരുന്നൊരു പവറുണ്ട്. ഈ വചനം അതിശക്തിയോടെ നിന്റെ ഭവനത്തിൽ കടന്നു വന്ന്, ഈ വചനം അതിശക്തിയോടെ നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന് നിന്നെ ദൈവ പുരുഷനാക്കി മാറ്റി, ദൈവ പൈതലാക്കി മാറ്റി, ദൈവഹിതം ഭൂമിയിൽ ചെയ്യുന്നതിനാക്കി നിന്നെ കർത്താവ് റീസ്റ്റോർ ചെയ്യാൻ പോകുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ആഗ്രഹം എന്താണ്? കർത്താവേ, എന്റെ വിഷയങ്ങളിൽ നീ ഇറങ്ങി വരണമേ. കർത്താവ് എന്താ പറഞ്ഞേ? നിന്റെ വിഷയങ്ങളുമായി എന്റെ അടുക്ക വാ,
Never expect God will act according to your will. നിന്നെ വിളിച്ച് സെപ്പറേറ്റ് ചെയ്തത് you have to act according to God's will. ഇത് മനസ്സിലാക്ക്. എന്റെ വഴികൾ, no, it's not your way. എന്റെ വിചാരങ്ങൾ നിന്റെ വിചാരങ്ങളല്ല. You have to turn back to my thoughts. You have to come to my way. പിതാവ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് നീ ചെന്ന് ചേരണം. നീ എന്താ പറയുന്നത്? എല്ലാ മനുഷ്യരും പറഞ്ഞെന്താ? എന്റെ പ്രശ്നങ്ങളിലേക്ക് നീ ഇറങ്ങി വാ, നീ എന്റെ അരികിലേക്ക് ഇറങ്ങി വാ. സ്തോത്രം. കർത്താവ് ഇറങ്ങി വരാതിരിക്കുന്നെങ്കിൽ ഓർത്തു, ദൈവം നിന്നെ റീസ്റ്റോർ ചെയ്യുന്നതിന്റെ കാരണം നീ കർത്താവിലേക്ക് എത്തിച്ചേരണം. ജനസിസ് 5:24 എന്ന് വായിച്ചേ. ഉൽപ്പത്തി 5:24. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം ഹാനോക്കിന്റെ കൂടെ നടന്നില്ല. ഒരിക്കലും ദൈവം ഹാനോക്കിന്റെ കൂടെ നടന്നില്ല. ഹാനോക്ക് എന്ത് ചെയ്തു? ദൈവത്തോട് കൂടെ, ദൈവത്തിന്റെ കൂടെ നടന്നു. മതി. അതിന്റെ 6:9 വായിച്ചേ. 6:9 വായിച്ചേ. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഇവിടെ ദൈവം നോഹയുടെ കൂടെ നടന്നില്ല. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഈ രണ്ട് വാഗ്ദത്ത വചനങ്ങളെ പറഞ്ഞു മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുക. ദൈവത്തോടു കൂടെ നടക്കുന്ന ജീവിതങ്ങളാക്കി ഈ ഉപവാസ ദിനങ്ങൾ ദൈവം തന്നെ മാറ്റാൻ പോകുകയാണ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ദൈവഹിതപ്രകാരം നടക്കുന്ന ജീവിതമാക്കി ദൈവം തന്നെ മാറ്റാൻ പോകുകയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സങ്കീർത്തനമാ സങ്കീർത്തനം 91 സങ്കീർത്തനം. അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. മതി. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവന്. നമ്മളുടെ പ്രോബ്ലം എന്താ? വി ആർ ടെല്ലിംഗ് ഗോഡ്, ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് നീ ഇറങ്ങി വന്ന് അവിടെ നീ എന്നെ മറവിലാക്ക്, അവിടെ നീ എന്നെ നിഴലിൻ കീഴിലാക്ക്. ദൈവം അങ്ങോട്ട് ഇറങ്ങി വരികയില്ല. ആര് ഓടി ദൈവസന്നിധിയിൽ അത്യുന്നതന്റെ മറവിൽ സർവശക്ത നിഴലിൻ കീഴിൽ ആയിരിക്കുന്നുവോ അവന് വേണ്ടിയുള്ള വാഗ്ദത്തങ്ങളാണ് സങ്കീർത്തനം മുഴുവൻ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഇത് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. സങ്കീർത്തനം 40:2, Psalms 42 ഒന്ന് വായിച്ചേ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. ദൈവത്തിന് സ്തോത്രം. നീ നാശകരമായ കുഴിയിലായിരുന്നു, കുഴഞ്ഞ ചേറ്റിലായിരുന്നു. പക്ഷേ ദൈവം ഇറങ്ങി വന്നിട്ട് നിന്നോടുകൂടെ നാശകരമായ കുഴിയിലിരുന്നില്ല. അവൻ കുഴഞ്ഞ ചേറ്റിലിരുന്നില്ല, അവൻ ഇരിക്കുകയില്ല. പക്ഷേ നിന്നെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് തന്നോടുകൂടെ ഉറപ്പുള്ള പാറമേൽ അവൻ നിർത്തി. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. യുവാസത്തിന്റെ പ്രാർത്ഥന ഇത് മാത്രമായിരിക്കണം. പിതാവേ, ഇറ്റ്സ് നോട്ട് മൈ വിൽ, thy will be done in my life. പിതാവേ, നിന്റെ ഇഷ്ടം എന്റെ കുടുംബത്തിൽ, നിന്റെ ഇഷ്ടം എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ ഇഷ്ടം എന്റെ തലമുറയുടെ ജീവിതത്തിൽ ഈ 7 ദിവസം കൊണ്ട് അങ്ങ് റിസ്റ്റോർ ചെയ്യുമാറാകണം. ഈ ഉപവാസ ദിനങ്ങളിൽ അങ്ങനെ അനുഭവം എനിക്ക് തരുമാറാകണം. കുടലിലേക്ക് നീ ഇറങ്ങി വരണ്ട, ഉറപ്പുള്ള പാറമേൽ എന്നെ കൊണ്ടുപോകണം. പാപകലമായ ലോകത്തിലേക്ക് നീ ഇറങ്ങി വരരുത്, അത്യുന്നത മറവിലേക്ക് എന്നെ കൊണ്ടുപോകണം. ആമേ, എന്റെ കൂടെ നീ നടക്കരുത്, നിന്റെ കൂടെ നടക്കുവാൻ കൃപ തരുമാറാകണം. Change my attitude, change the attitude of my family, change my attitude of my kids. ആരുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അവിടെ എല്ലാം ജീവിതത്തിൽ കർത്താവേ ഒരു സ്പിരിച്വൽ റിസ്റ്റോറേഷൻ നടക്കണം. Realize the truth. വിളിക്കപ്പെട്ട ദൈവത്തിലെ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ രാവും പകലും ഇരിക്കുന്നതല്ല ദൈവം. നിന്റെ ഇഷ്ടം സാധിച്ചു തരുവാൻ വേണ്ടി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമല്ല ദൈവം. നിന്നെ എന്തിനാ വേർതിരിച്ചതറിയാമോ?
പിതാവിന് വേണ്ടി ഭൂമിയിൽ തന്നെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തിത്വമാണ് നീ. മനസ്സിലാക്കുന്ന പകൽക്കാലം വിശ്വാസഗോളം മുഴുവൻ ചിന്തിച്ചിരിക്കുന്നത് നമ്മുടെ സാക്ഷികളോട് പറയുമല്ലോ, എന്റെ വിഷയങ്ങൾ ദൈവം അത്ഭുതമായി എന്നെ വിടുവിക്കുമെന്ന്. അത് സത്യമാ. പക്ഷെ നിന്നെ നോക്കി ദൈവത്തിന് സാക്ഷ്യം പറയുവാൻ കഴിയുമോ? എന്റെ മകനാണ്, എന്റെ മകളാണിവൾ, എനിക്ക് വേണ്ടി ഭൂപ്പരപ്പിൽ എന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ശക്തയായ ഒരു മകനാണ്, മകളാണെന്ന് നിന്നെ നോക്കി പറയുവാൻ സ്വർഗീയ പിതാവിന് കഴിയുന്നില്ല എങ്കിൽ 7 ദിവസക്കാലം ദൈവാത്മാവ് കൃപ പകർന്ന് നിന്നെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പകൽക്കാലം ദൂത് പറയുകയാണ്. സ്തോത്രം. മാറട്ടെ, ചിന്തകൾ മാറട്ടെ, സ്പിരിച്വൽ ഡെസ്റ്റിനി മാറട്ടെ, സ്പിരിച്വൽ തോട്ട്സ് മാറട്ടെ. എന്നും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, നാണമില്ല ദൈവം ചോദിക്കുക. എന്നാണ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മകനായി നീ മാറുന്നത്? എന്നാണ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മകളായി നീ മാറുന്നത്? എന്നാണ് ദൈവത്തിന് വേണ്ടി ഈ ഭൂമിയിൽ നിൽക്കുന്ന, അവൈലബിൾ ആയി നിൽക്കുന്ന ഒരു ജീവിതമായി നീ മാറുന്നത്? സ്തോത്രം. കാളയ്ക്കും കഴുതയ്ക്കും മനസ്സിലായ കാര്യങ്ങൾ എന്തുകൊണ്ട് എൻ്റെ മകന് മനസ്സിലാകുന്നില്ല? മക്കളെ പോലെ ഞാൻ പോറ്റി വളർത്തി, മകനായി ഞാൻ വളർത്തി, മകളായി ഞാൻ വളർത്തി. ബട്ട് ഇന്ന് അവരാണ് റിബല്യൻ. They don't realize the value of salvation. വിടുവിച്ചതിന്റെ വില അവർ തിരിച്ചറിയുന്നില്ല. എനിക്ക് പകരക്കാരനായി ഭൂമിയിൽ നിന്നുകൊണ്ട് ദൈവരാജ്യത്തിനോട് നിലകൊണ്ട ശരീരമാണ് ഇവരെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. ദൈവാത്മാവ് പറയുന്നു, ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ നിന്റെ കുടുംബത്തിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ തലമുറയുടെ ജീവിതത്തിൽ ഒരു വലിയ സ്പിരിച്വൽ റിവൈവൽ നടക്കുവാൻ പോകുക. ദൈവത്തിന് സ്തോത്രം. ആരാത്മാർത്ഥമായി പ്രാർത്ഥിച്ച് സബ്മിറ്റ് ചെയ്യുന്നുവോ, ആരാത്മാർത്ഥമായി ഈ ദൂത് ഏറ്റെടുക്കുന്നുവോ, അവരുടെ ജീവിതത്തിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. സ്തോത്രം. ഇവിടെ കാര്യം ഓർക്കണം, ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ നമ്മുടെ നടപ്പിന്റെ സ്പീഡ് മാറ്റണം. ഭാഷ മാറും, കൾച്ചർ മാറും, സ്റ്റൈല് മാറും, നാഷണാലിറ്റി മാറും, സകലതും മാറും. ഇപ്പോൾ നിന്റെ എല്ലാ രീതികളും ദൈവ നിയോഗപ്രകാരം, ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷൻ പ്രകാരമാണ് ലൈഫ് നടക്കുന്നത്. അവനെ നോക്കിയാണ് സ്വർഗപിതാവ് വിളിച്ചു പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. നിന്റെ പഴയതെല്ലാം മാറിപ്പോവുക. യു ആർ എ ന്യൂ ക്രിയേഷൻ. എങ്ങനെ ന്യൂ ക്രിയേഷൻ ആയത്? യുവർ സ്റ്റൈൽ ഓഫ് ടോക്കിംഗ്, യുവർ നാഷണാലിറ്റി, യുവർ കൾച്ചർ, യുവർ ലാംഗ്വേജ്, എവറിത്തിങ് ഹാസ് ബീൻ ചേഞ്ച്ഡ്. യു ആർ എ ഹെവൻലി പേഴ്സണാലിറ്റി ഇൻ ദിസ് വേൾഡ്. ഈ ഭൂമിയിൽ നിൽക്കുന്ന ഒരു സ്വർഗീയനാണ് നീ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവാത്മ പറയുന്നു, ഒരുമിച്ച് നടക്കാൻ ഇതുവരെയും തീരുമാനമെടുക്കാത്ത രണ്ടുപേരിൽ രണ്ടുപേരും തമ്മിൽ ഒരുമിക്കിയില്ലെന്ന് പറഞ്ഞുകൊണ്ട്, പിതാവും നീയും തമ്മിൽ ഒരുമിക്കിയില്ലെന്ന് പറഞ്ഞുകൊണ്ട്, ഞാനും പിതാവും തമ്മിൽ ഒരുമിക്കിയില്ലെന്ന് പറഞ്ഞുകൊണ്ട്, ഇങ്ങനൊക്കെ മതിയെന്ന് ചിന്തിച്ചുകൊണ്ട് പോകുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവം ഈ വിടുതൽ നടക്കാൻ പോകുക. സ്തോത്രം. ഒരുമിച്ച് നടക്കാൻ പോവുകയാണെന്ന്, രണ്ടുപേർ തമ്മിൽ ഒരുമിച്ച് ഡിസൈഡ് ചെയ്യാൻ പോവുകയാണെന്ന്, ഒരു വലിയ സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ സംഭവിക്കാൻ പോവുകയാണ്. സ്തോത്രം. റോമാലേഖനം 12:2 റോമൻസ് 12:2 എന്ന് വായിച്ചേ. റോമാലേഖനം 12:2. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ. Seeking the will of God, seeking the wish of God. ഇതിനെയാണ് റിയൽ റിപ്പന്റൻസ് എന്ന് പറയുന്നത്. യഥാർത്ഥ മാനസാന്തരം, ദൈവഹിതമെന്ന് ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി എന്ത് ചെയ്യാൻ പറഞ്ഞു? ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പോവാ. നീ എന്ത് കണ്ടെത്തി? നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം കണ്ടെത്തി. നീ ദൈവഹിതം കണ്ടത് എന്ത് പറ്റി? നീ ഡിസൈഡ് ചെയ്തു ദൈവഹിത പ്രകാരം ജീവിക്കുവാൻ. ഒരു വലിയ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. 7 ദിവസം സ്പിരിച്വൽ റിസ്റ്റോറേഷനാണ്.
നഷ്ടപ്പെട്ടത് കരുതിയ, അകന്നുപോയ, ഒരിക്കലും ഒരുമിച്ച് ഐക്യതപ്പെടുകില്ലെന്ന് പറഞ്ഞ് ശത്രു എണ്ണി ഇട്ടിരുന്ന ജീവിതങ്ങളെ തന്റെ മക്കളായി, മകനായി, മകളായി ദൈവം മടക്കിയെടുക്കാൻ പോകുക. സ്തോത്രം. റിസ്റ്റോർ ചെയ്യാൻ പോകുക. വചനം ഇറങ്ങിക്കഴിഞ്ഞു, വചനം പുറപ്പെട്ടു കഴിഞ്ഞു. ഇനിയും തടയുവാൻ ആർക്കും കഴിയുകയില്ല. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. When you decide, God, I want to do your will, നമുക്ക് ഒരുമിച്ച് ഞാൻ നിന്റെ കൂടെ നടക്കണം, എനിക്കൊരു സ്പിരിച്വൽ റിവൈവൽ വേണം, എനിക്കൊരു സ്പിരിച്വൽ റിസ്റ്റോറേഷൻ വേണം എന്ന് ആഗ്രഹിച്ച് ഒരുവൻ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം ഈ ഉപവാസ ദിനങ്ങളിൽ ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. God is going to do some great things in your life. ഒന്ന്, ഏറ്റവും വലുത് സ്പിരിച്വൽ റിസ്റ്റോറേഷൻ സംഭവിക്കുന്നു. അതോടൊപ്പം ദൈവത്തിന് ചില പാക്കേജസ് ഉണ്ട്. ആ പാക്കേജസ് കൂടെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം, 1 Kings chapter 19, അതിന്റെ 19 തൊട്ടൊന്ന് വായിച്ചേ. അങ്ങനെ അവൻ അവിടെ നിന്നും ഏലീശ അവിടെ നിന്ന് പുറപ്പെട്ടു സാഫാത്തിന്റെ മകനായ എലീശയെ കണ്ടെത്തി. അവൻ 12 ഏർക്കാളെ കൂട്ടി ഒഴിപ്പിച്ചുകൊണ്ടിരുന്നു. 12ാമത്തേതിനോട് കൂടെ താൻ തന്നെ ആയിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേലിട്ടു. അവൻ കാളയെ വിട്ട ഏലിയാവിന്റെ പിന്നാലെ ഓടി, ഞാൻ എന്റെ അപ്പനെയും അമ്മയും ചുംബിച്ചു കൊള്ളട്ടെ, അതിനുശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. അതിന് ഏലിയാവ്, പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവനെ വെട്ടിച്ചെന്ന് ഒരു ഏർക്കാളയെ പിടിച്ചറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്തു ജനത്തിന് കൊടുത്തു. അവർ തിന്നു. പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിന്റെ പിന്നാലെ ചെന്ന് അവന്റെ ശുശ്രൂഷകനായി തീർന്നു. ഏലിയാവിന്റെ ശുശ്രൂഷകനായി ഏലീശ മാറി. ഏലീശ ഡിസൈഡ് ചെയ്തു, I will travel together with Elijah. ഏലിയാവിന്റെ കൂടെ ഞാൻ ഒരുമിച്ച് പോകാമെന്ന് ഏലീശ ഡിസൈഡ് ചെയ്തു. ഏലിയാവ് സ്വർഗീയ പിതാവിന്റെ പ്രതിപുരുഷൻ, ഏലീശ ഈ ഭൂമിയിൽ മകനും മകളുമായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ട നമ്മളുടെ ഓരോരുത്തരുടെയും പ്രതിപുരുഷൻ. 2 പേർ യുണൈറ്റഡ് ആയി തീർന്നു. സ്തോത്രം. We will go forward. We will go further united. ഒരുമിച്ച് ഐക്യമത്യപ്പെട്ട് മുൻപോട്ട് പോകാൻ തീരുമാനമെടുത്തു. ഇനി 2 രാജാക്കന്മാരിലേക്ക് വാ. 2 Kings chapter 2 അതിന്റെ 1 and 2 ഒന്ന് വായിച്ചു. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയോട് കൂടെ ഗിൽഗാലിൽ നിന്നും പുറപ്പെട്ടു. ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. ഇവിടെ എലീശയുടെ ഡിസിഷൻ കണ്ടോ? എന്നാണ്, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. നാളെ ഉപവാസം തുടങ്ങുമ്പോൾ മുമ്പ് പിതാവിനോട് നീ പറയേണ്ട, എല്ലാ ദിനവും പറയേണ്ട വാക്കിതാ. ഇവിടെ ഏലീശ എന്താ പറഞ്ഞത്? ഏലിയാവ് എന്താ പറഞ്ഞത്? നീ ഇവിടെ നിൽക്കി, ഞാൻ എപ്പോഴാ? ഗിൽഗാലിൽ നിൽക്കുക. ഗിൽഗാലിൽ അവർ യുണൈറ്റഡ് ആയിരുന്നു. ഗിൽഗാലിൽ അവർ യുണൈറ്റഡ് ആയിരുന്നു. സ്തോത്രം. യോശുവയുടെ പുസ്തകം 5 അധ്യായം, ബുക്ക് ഓഫ് ജോഷുവ 5:9 എന്ന് വായിച്ചേ. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ഗിൽഗാൽ എന്ന് പേർ പറയും. I have rolled away the old reproach from you. ഗിൽഗാലിൽ അവർ യുണൈറ്റഡ് ആയിരുന്നു. യുണൈറ്റഡ് ആയപ്പോൾ നിന്റെ പേരുള്ള സകല നിന്ദയും എടുത്തു മാറ്റുവാൻ പോകുന്നു.
ആമേൻ. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, ആമേ ആത്മീയ മണ്ഡലത്തിൽ നിന്ന്, ആമേ സകല മനുഷ്യരിൽ നിന്ന്, നീ പോയ ഇടങ്ങളിൽ നിന്ന് പരിഹാസത്തിന്റെ, നിന്ദയുടെയും, ആമേ ഡീഗ്രേഡ് ചെയ്യുന്നതിന്റെയും, തകർക്കുന്നതിന്റെയും വാക്കുകൾ കേട്ടുകൊണ്ട് നിരാശയിലിരിക്കുന്ന ജീവിതമേ, ആമേ നീ ഉപവാസ ദിനങ്ങളിൽ നിന്റെ മേൽ ചൊരിയപ്പെട്ട സകല നിന്ദാ വാക്കുകളും പരിഹാസ വാക്കുകളും ഈ ഭൂമിയിൽ നിനക്ക് വിലയില്ലാതാക്കി വച്ചിരുന്ന സകല അനുഭവങ്ങളിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കുവാൻ പോകുക. മിസ്രൈമിന്റെ സകല നിന്ദയും, അടിമത്തത്തിന്റെ സകല നിന്ദയും നിന്റെ ജീവിതത്തിൽ നിന്ന് ആമേ ഉപവാസ ദിനങ്ങളിൽ ദൈവം എടുത്ത് മാറ്റാൻ പോവാ. എത്ര പേർ ഇത് വിശ്വസിക്കുന്നുണ്ട്? He is going to roll away all the reproach. എല്ലാ പരിഹാസവും മാറ്റാൻ പോകുക. നിന്ദിക്കപ്പെട്ടവനായി കിടന്നവനെ ദൈവം മാനിക്കുവാൻ പോകുക. സ്തോത്രം, സ്തോത്രം. എന്താ കാരണം? ഗിൽഗാലിൽ അവർ യുണൈറ്റഡ് ആയിരുന്നു. ഗിൽഗാലിൽ അവർ യുണൈറ്റഡ് ആയിരുന്നു. ഈ ഉപവാസ ദിനങ്ങളിൽ നിന്നെ റീസ്റ്റോർ ചെയ്യുമ്പോൾ നീ ദൈവമായി ഇനി ഒരിക്കലും ദൈവമാണ്, എന്ത് കാരണമുണ്ടെങ്കിലും നിന്നെ ഞാൻ വിടുകയില്ലെന്ന് തീരുമാനമെടുക്കുന്ന ഒരു ദൈവത്തിൽ നിന്ന് പകൽക്കാലം ഉണ്ടെങ്കിൽ നിന്റെ മേലുള്ള സകല നിന്ദകളും ഈ ദിനങ്ങളിൽ ദൈവം മാറ്റുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനം 31:11 വായിച്ച്. 31:11. Psalms 31:11. എന്റെ സകല വൈരികളാലും ഞാൻ നിന്ദിതനായി തീർന്നു. എന്റെ അയൽക്കാർക്ക് അതിനിന്ദിതൻ തന്നെ. എന്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭവിച്ചു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു. എവിടെ ചെന്നാലും നിന്ന മാത്രം, എവിടെ ചെന്നാലും പരിഹാസം മാത്രം, എവിടെ ചെന്നാലും ഉയർച്ചയില്ല, തകർച്ച മാത്രം, എവിടെ ചെന്നാലും പരാജയം മാത്രം. ആമേൻ. കുടുംബത്തിൽ വന്നു കയറിയാൽ ആ മുഖം കണ്ടാൽ ബന്ധുക്കൾ, സ്വന്തക്കാർ, കാണുന്നവർ എല്ലാവരും നിന്ദിക്കുകയാണ്. കർത്താവേ, നിന്നുകൊണ്ട് മൂടി ഒരു ജീവിതമായി എന്റെ ജീവിതം മാറുമ്പോൾ, ആമേ തകർച്ചയുടെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന് ദൂതിനോട് പറയുവാനുണ്ട്. 69:9 വായിച്ച സങ്കീർത്തനം. ആമേ നിന്ദിക്കപ്പെട്ട ദൈവത്തിലേ, ആമേ പരിഹസിക്കപ്പെട്ട ദൈവത്തിലേ, നിന്നോടൊരു ദൂത് ദൈവത്തിന് പറയുവാനുണ്ട്. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞു. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണു. പ്രൈസ് ദി ലോർഡ്. ഈ നിന്ന മുഴുവൻ നിനക്കുള്ളതല്ല. ഈ നിന്നക്കുള്ള കാരണം നീയല്ല. ആമേൻ. നിന്ദിക്കപ്പെടാനുള്ള കാരണം നീ പ്രാർത്ഥനയ്ക്ക് കൂടിയതുകൊണ്ടല്ല. ദൈവത്തെ നിന്ദിച്ച നിന്ന ഈ ഭൂമിയിൽ പകരക്കാരനായി നിന്നുകൊണ്ട് നിന്റെ നേരെ വന്നെന്ന് മാത്രമേ ഉള്ളൂ. നിനക്ക് നേരെയുള്ള സകല നിന്ദയും അത് ദൈവത്തിനുള്ള നിന്ദയാകിയാൽ ആ നിന്ന മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ദൈവം നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ ഒരു മാനപാത്രമാക്കി മാറ്റുവാൻ പോകുക. ഹല്ലേലൂയ. മറക്കരുത്, യഹോവയാണ്, എന്റെ ജീവനാണ്, നിന്നെ ഞാൻ വിടുകയില്ല. സ്തോത്രം. I will not change my decision. I will not move my position. അത് അങ്ങനെ പറയുന്നവന് വേണ്ടിയാ. സ്പിരിച്വൽ റിസ്റ്റോർ ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാ. സ്തോത്രം. സകല നിന്നെ അവനെടുത്ത് മാറ്റാൻ പോകുക. Psalm 79:12-13 വായിച്ച ഭാഗം വിടാം. കർത്താവേ, ഞങ്ങളുടെ അയൽക്കാർ നിന്നെ നിന്ദിച്ച നിന്നയെ 7 ഇരട്ടിയായി അവരുടെ മാർവിടത്തിലേക്ക് പകരം കൊടുക്കണമേ. എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. നാളുകൾ തലമുറ തലമുറയോളം ഞങ്ങൾ നിന്റെ സ്തുതി. ഒരു ദൂത് കേട്ടോ. നിന്ന മാറ്റുമ്പോൾ നിന്നിൽ ഒതുങ്ങുന്നതല്ല നിന്ന മാറ്റുന്നത്. നിന്റെ തലമുറ പോലും ദൈവത്തെ സ്തുതിക്കത്തക്ക നിലയിൽ ആമേൻ എന്നേക്കുമായി നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ ജീവിതത്തിൽ നിന്ന് ആമേൻ ദൈവം മാറ്റുവാൻ പോകും. എന്താ കാരണം? നിന്നെ നിന്ദിച്ചവർ നിന്നെയല്ല, നീ സേവിക്കുന്ന ദൈവത്തെ എത്ര നിന്ദിച്ചത്. അതുകൊണ്ട് എന്നേക്കും ദൈവത്തെ സ്തുതിക്കുന്ന, നിന്റെ തലമുറകൾ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സ്വർഗീയ അനുഭവത്തിലേക്ക് എന്നേക്കുമായി നിന്നെ മാറ്റിക്കൊണ്ട് ആമേൻ ദൈവത്തോട് പറ്റിയിരിക്കുന്ന, രണ്ടുപേർ ഒരുമിച്ച് ഒത്തിട്ട് ചേർന്ന് നിൽക്കുന്ന ആമേൻ ദൈവത്തോട് പറ്റിയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ നിന്ന്, നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ നിന്ന് നിന്നെ പരിഹാസവും തകർച്ചയും എന്നേക്കുമായി ദൈവം മാറ്റുവാൻ പോകുകയാണ്. സ്തോത്രം. നിന്നെ അവന് ഉരുട്ടിക്കളഞ്ഞു, എടുത്തു കളഞ്ഞു. സ്തോത്രം. ഗിൽഗാലിൽ അവർ യുണൈറ്റഡ് ആയിരുന്നു.
അതിന്റെ അർത്ഥം എന്നറിയാമോ? ആമേൻ. മാനിക്കപ്പെട്ടവരായി ദൈവം നിന്നെ സമൂഹത്തിന് മുമ്പ് നിർത്തുവാൻ പോവാ. ദൈവം നിന്നെ മാനിക്കാൻ പോകുക. ദൈവം നിന്നെ മാനിക്കാൻ പോകുക. ദൈവം നിന്നെ മാനിക്കാൻ പോകുക. യെസ്, ഗോഡ് ഈസ് ഗോയിങ് ടു ഡു ദാറ്റ്. ഇറ്റ്സ് എ പ്രോമിസ് ഓഫ് ഗോഡ്. സ്തോത്രം. ഇനി 2 രാജാക്കന്മാരിലേക്ക് മടങ്ങി വാ. വീണ്ടും അതിന്റെ 2 വീണ്ടും വായിച്ചു. 2 വായിച്ചു. ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. ബേഥേലിൽ അവരെന്തായിരുന്നു? യുണൈറ്റഡ് ആയിരുന്നു. ഓർക്കണം, ബേഥേലിൽ അവർ യുണൈറ്റഡ് ആയിരുന്നു. 4 വാക്യം വായിച്ചേ. ഏലിയാവ് അവനോട്, എലീശയെ, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ബേഥേലിൽ അവർ യുണൈറ്റഡ് ആയിരുന്നു. ദൈവ നിയോഗത്തിനനുസരിച്ച് എലീശ ഏലിയാവിനോട് ചേർന്ന് നിന്നു. എന്താണ് ബേഥേൽ? എന്താണ് ബേഥേൽ? ഉൽപ്പത്തി 28-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്കുകളൊന്ന് വായിച്ചേ. ജനസിസ് 28:12-19 വേഗത്തിൽ. അവൻ ഒരു സ്വപ്നം കണ്ടു, ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതൻ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മേൽ യഹോവ നിന്ന് അരുളി ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ ദർശനത്തിന്റെ ഇടമാണ് ബേഥേൽ. സ്പിരിച്വൽ എക്സ്പീരിയൻസിന്റെ ഇടമാണ് ബേഥേൽ. സ്വർഗീയ പിതാവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ് ബേഥേൽ. അടുത്ത വാക്യം. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. അനുഗ്രഹത്തിന്റെ ഇടമാണ് ബേഥേൽ. ദൈവിക അനുഗ്രഹത്തിന്റെ ഇടമാണ് ബേഥേൽ. അത് നിനക്ക് മാത്രമല്ല, നിന്റെ സന്തതി തലമുറയ്ക്കുള്ള അനുഗ്രഹത്തിന് ഇടമാണ് ബേഥേൽ. അടുത്ത വാക്യം. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും. വാഗ്ദത്തങ്ങളുടെ ഇടമാണ് ബേഥേൽ. ദൈവിക വാഗ്ദത്തങ്ങളുടെ ഇടമാണ് ബേഥേൽ. അടുത്ത വാക്യം. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തതും നിവർത്തിക്കും. ദൈവിക സംരക്ഷണത്തിന്റെ ഇടമാണ് ബേഥേൽ. ദൈവിക വാഗ്ദത്ത നിവൃത്തിയുടെ ഇടമാണ് ബേഥേൽ. ദൈവത്തിൽ നിന്ന് സ്വർഗീയ അനുഭവങ്ങൾ പ്രാപിച്ച്, അനുഗ്രഹങ്ങൾ പ്രാപിച്ച്, വാഗ്ദത്തങ്ങൾ പ്രാപിച്ച്, സംരക്ഷണം പ്രാപിച്ച് ഒരു യഥാർത്ഥ ആത്മീയനായി കൃപമേൽ 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 കൃപ പ്രാപിക്കുന്ന ഇടമാണ് ബേഥേൽ. You are spiritually blessed. അങ്ങനെ ഒരു ഇടമാണ് ബേഥേൽ. വായിച്ചാട്ടെ. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഓ ജീസസ്, ഞാനോ അത് അറിഞ്ഞില്ലായിരുന്നു. ആമേൻ. അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആലയമാണ് ബേഥേൽ. ആലയത്തിന് എന്താ പറയുന്നത്? ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ. ആമേൻ. ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്തു? യാക്കോബ് അതികാലത്തെ എഴുന്നേറ്റ് തലേണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേർ. പ്രൈസ് ദി ലോർഡ്. ദൈവിക അനുഭവങ്ങളുടെ ഇടമായ സ്ഥലം, ദൈവിക അനുഗ്രഹത്തിന് ഇടമായ സ്ഥലം, ദൈവിക വാഗ്ദത്തങ്ങളുടെ ഇടമായ സ്ഥലം, ദൈവിക സംരക്ഷണത്തിന് ഇടമായ സ്ഥലം, ദൈവിക വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണമായ സ്ഥലം, സ്വർഗത്തിന്റെ വാതിലായ സ്ഥലം, ദൈവിക ശക്തി വെളിപ്പെട്ട ആലയമായ സ്ഥലം, അതാണ് ബേഥേൽ. ഈ ഉപവാസ ദിനങ്ങളിൽ ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. നീ സ്പിരിച്വലി ബ്ലെസ്ഡ് ആയി തീരുവാൻ പോകുക. ദൈവം നിന്നെ കൃപമേൽ 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 പകർന്ന് ദൈവം നിന്നെ പ്രത്യേക ഒരു ആത്മമണ്ഡലത്തിലേക്ക് ഈ ഉപവാസ ദിനങ്ങളിൽ കൊണ്ടുപോകുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, ചില ദൈവപ്രവൃത്തിയുടെ ആരംഭം കൂടെ കുറിക്കാൻ പോകുക. ഒരു ദൈവപ്രവൃത്തിയുടെ ആരംഭം കൂടെ കുറിക്കാൻ പോകുക.
ചില പട്ടണങ്ങളിൽ ചില കല്ലുകളേ ഉള്ളൂ, പക്ഷെ ആ കല്ലുകൾ ആലയമായി മാറാൻ പോകുക. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നീ ഒരു ആലയമായി മാറാൻ പോകുക. നിന്റെ ദേശത്തെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ, ആമേൻ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 28 മുതൽ 31 വരെ വാക്യം വായിച്ചേ. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 12:28 വായിച്ചേ. ആകയാൽ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി. നിങ്ങൾ യെരൂശലേമിൽ പോയത് മതി. ഇസ്രായേലേ, ഇതാ നിന്നെ മിസ്രയീം ദേശത്ത് നിന്നും കൊണ്ടുവന്ന നിന്റെ ദൈവമെന്ന് അവരോട് പറഞ്ഞു. അവൻ ഒന്നിനെ ബേഥേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. 31 വരെ വായിച്ചല്ലേ? ഇല്ല, 28. ഈ കാര്യം പാപഹേതുവായി തീർന്നു. ജനം ഒന്നിന്റെ മുമ്പിൽ നമസ്കരിപ്പാൻ ദാൻ വരെ ചെന്നു. അവൻ പൂജാഗിരി ക്ഷേത്രങ്ങളും ഉണ്ടാക്കി സർവ്വജനത്തിൽ നിന്നും ലേവ്യരല്ലാത്ത പുരോഹിതന്മാർ അല്ലാത്തവരെ പുരോഹിതന്മാരായി നീക്കി. ആ കാലഘട്ടം വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ദൂതിലേക്ക് വരട്ടെ. ദൈവത്തിന്റെ ആലയമായ ഇടത്ത് രഹബയാം രാജാവ് അതേ ഇടത്ത് കാളക്കുട്ടി ഉണ്ടാക്കി. ഇന്നത്തെ ആത്മീകോളം ഇത് തന്നെയാ. യഥാർത്ഥ ദൈവസഭയുടെ നടുവിൽ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാക്കി വെക്കുക. ഇത് തിരിച്ചറിയാൻ കഴിയാതെ ജനം ആമേൻ അതിനെ ആരാധിക്കാൻ പോകുക. അവിടെ നോക്കിക്കോ അവിടെ വായിക്കുന്ന വാക്യമാണ് 31-ാം വാക്യം വായിച്ചേ. അവൻ പൂജാഗിരി ക്ഷേത്രങ്ങളും ഉണ്ടാക്കി സർവ്വജനത്തിൽ നിന്നും ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരായി. ദൈവ വിളിയില്ലാത്തവരെ, ദൈവീയ അപ്പോയിന്റ്മെന്റ് ഇല്ലാത്തവരെ, ദൈവ നിയോഗമില്ലാത്തവരെ ശുശ്രൂഷകന്മാരായി നിയമിച്ചുകൊണ്ട് പാരലായി ദൈവജനത്തിന് വിരുദ്ധമായ ഒരു ആത്മഗോളം അവൻ പണിതുകൊണ്ടേയിരുന്നു. എവിടെ പണിതു? ബേഥേലിൽ തന്നെ പണിതു. ബേഥേലിൽ തന്നെ പണിതു. അതിന്റെ അടുത്ത അധ്യായം 13-ാം അധ്യായം 1-ാം വാക്യം വായിച്ചതോട് വായിച്ചേ. യൊരോബെയാം ധൂപം കാട്ടുവാൻ പീഠത്തിനരികെ നിൽക്കുമ്പോൾ തന്നെ ഒരു ദൈവപുരുഷൻ യഹോവയുടെ കൽപ്പനയാൽ യഹൂദയിൽ നിന്ന് ബേഥേലിലേക്ക് വന്നു. ഒരു ദൂതനെ കേട്ടോണം. വാഗ്ദത്ത പ്രകാരമല്ലാത്ത ആരാധന നാളുകൾ നിലനിർത്തുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം പറയുന്നു, ആമേൻ. ദൈവതമല്ലാത്ത ആരാധനയെ തകർത്തുകൊണ്ട് ദൈവഹിതപ്രകാരം ആരാധന ബേഥേലിൽ തന്നെ സ്ഥാപിക്കുവാൻ ആമേൻ ദൈവ നിയോഗത്തോടുകൂടെ ആമേൻ പ്രവാചകനെ അയച്ചതുപോലെ ഇന്ന് പകൽക്കാലം ഈ വചനം ആമേൻ നിന്റെ സ്വന്തം ദേശത്തേക്ക് അയക്കുകയാണ്. ആമേൻ ദൈവഹിതമല്ലാത്ത ആരാധനകളെ ഇല്ലാതാക്കിക്കൊണ്ട് ദൈവവചനപ്രകാരമുള്ള ആരാധനയെ സൃഷ്ടിപ്പാൻ, യാഗപീഠത്തെ ഉണർത്തുവാൻ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഇടമാണ് ബേഥേൽ. ഹല്ലേലൂയ. എന്താണ് ദൈവിക ഹിതപ്രകാരമുള്ള ആരാധനയെന്നും എന്താണ് ദൈഹിതപ്രകാരമല്ലാത്ത ആരാധനയെന്നും നിനക്ക് വെളിപ്പെടുത്തി തരുന്ന ഇടമാണ് ബേഥേൽ. ഹല്ലേലൂയ. അവിടെയും ഇവിടെയും കൂടി, എല്ലായിടത്തും പ്രാർത്ഥന കൂടി, ആരാധനയും കൂടി, യൂട്യൂബിലും കൂടി, എല്ലായിടത്തും കയറി ഇറങ്ങി എല്ലാ വചനവും കേട്ട് പ്രസവവും കേട്ട് ഓടി ഓടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം, ഇതിലേതാണ് കാളക്കുട്ടി, ഏതാണ് വചനപ്രകാരം തിരിച്ചറിയാൻ കഴിയാതെ നിന്നെ നശിപ്പിക്കുന്ന സകല പൈശാചി ശക്തികളിൽ നിന്നും നിന്നെ വിടുവിച്ച് വചനപ്രകാരമുള്ളതാക്കി മാറ്റുന്ന അനുഭവമുള്ള ഇടമാണ് ബേഥേൽ. ടോട്ടലി നിന്നെ ദൈവിക കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പോകും വാസനങ്ങളിലൂടെ. സ്തോത്രം. തികച്ചൊരു പ്രത്യേക ആത്മനിലവാരത്തിലേക്ക്. ഏതാണ് യഥാർത്ഥ ദൈവീയ ആരാധന, ഏതാണ് ദൈവികമല്ലാത്ത ആരാധന, ഇതെല്ലാം കൃത്യമായി വെളിപ്പെടുത്തി ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ആമേ അങ്ങനെ ആത്മനിറവിലേക്ക് ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുവരുവാൻ പോവുകയാണ്. എന്താ കാരണം? ബേഥേലിൽ അവർ യുണൈറ്റഡ് ആയിരുന്നു. സ്തോത്രം. വീണ്ടും 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. ഏലിയാവ് അവനോട്, എലീശായെ, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു. സ്തോത്രം. യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. അടുത്തത്, അങ്ങനെ അവർ യെരിഹോവിലേക്ക് പോയി. യെരിഹോവിൽ അവരെന്തായിരുന്നു? അവർ യുണൈറ്റഡ് ആയിരുന്നു. എന്താണ് യെരിഹോ? സ്തോത്രം. ഞാൻ വേഗത്തിൽ പറഞ്ഞങ്ങ് സമയത്തിന് പരിമിതി കൊണ്ട് വാക്യം എടുക്കണ്ട, വാക്യം മാത്രം പറഞ്ഞിട്ടങ്ങ് പോകാം.
മർക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള വാക്യത്തിൽ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ കള്ളന്മാർ പിടികൂടി അർദ്ധപ്രാണനായി വഴിയിലിടുമ്പോൾ ശമരിയക്കാരൻ ലേവ്യനും പുരോഹിതനും മാറിപ്പോയപ്പോൾ നല്ല ശമരിയക്കാരൻ അവനെ അവന്റെ വാഹനത്തിൽ കയറ്റി വഴി അമ്പലത്തിൽ കൊണ്ടുപോയി അവനെ രക്ഷ ചെയ്തത് നമ്മൾ വചനത്തിൽ നിന്ന് വായിക്കുന്നു. എന്താണ് യെരിഹോ? യെരിഹോയിലേക്ക് പോയവൻ കള്ളന്മാരുടെ ആക്രമണത്താൽ ജീവൻ പകുതി നഷ്ടപ്പെട്ടവനായി വഴിയിൽ വീണ ഇടമാണ് യെരിഹോ. ഇനി എനിക്ക് മടങ്ങി റിയൽ സെൻസിലേക്ക്, റിയൽ ലൈഫിലേക്ക് മടങ്ങി വരാൻ കഴിയുമോ എന്നറിയാതെ, ആരും ആശ്രയമില്ലാതെ വഴിയിൽ കിടക്കുന്ന അനുഭവമാണ് യെരിഹോ. വ്യർത്ഥമായി എന്ന് പറയുന്ന അന്ധൻ, ആമേൻ, സ്തോത്രം, ലൂക്കോസ് സ്തോത്രം, മർക്കോസ് 10-ാം അധ്യായം 46 വ്യർത്ഥമായി എന്ന് പറഞ്ഞ അന്ധൻ ആമേൻ യേശുവിനെ കണ്ട് നിലവിളിക്കുമ്പോൾ 46-ാം വാക്യം വായിച്ചേ. മാർക്ക് 10:46 മാത്രം വായിച്ചേ. അവർ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോട് യെരിഹോവിലെത്തിയപ്പോൾ അവിടെ കണ്ട അന്ധനായ വ്യർത്ഥമായി, ആ വ്യർത്ഥമായുടെ നിലവിളിയുടെ നടുവിൽ അവന്റെ അന്ധത മാറ്റിക്കൊടുത്തുകൊണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് അവന് വേണ്ടി അവന്റെ അന്ധത മാറ്റിക്കൊടുത്ത ഒരു സ്വർഗീയ പ്രവൃത്തി നടന്ന ഇടമാണ് യെരിഹോ. ഹല്ലേലൂയ. ലൂക്കോസ് 10:1 മുതൽ 3 വരെയുള്ള വാക്യം വായിച്ചേ. ലൂക്ക് 19:1-3. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം അവന് കഴിഞ്ഞില്ല. തന്റെ ബലഹീനത നിമിത്തം, തന്റെ ബുദ്ധിമുട്ടുകൾ നിമിത്തം ഈ രക്ഷകനെ കാണുവാൻ ഒരിക്കലും കഴിയുമോ എന്നറിയാതെ, ഒരിക്കലും യേശുവിനെ കണ്ടുമുട്ടുവാൻ കഴിയുമോ എന്നറിയാതെ വളരെയധികം ഭാരപ്പെട്ട ഒരു മനുഷ്യൻ ജീവിച്ച ഇടമാണ് യെരിഹോ. എന്നാൽ 9-ാം വാക്യത്തിലേക്ക് പറയുന്നു, ഇവൻ മുഖാന്തരം ഈ വീടിന് രക്ഷ കൈവന്നിരിക്കുന്നു. ലൂക്കോസ് 10:30 ഞാൻ ആദ്യം പറഞ്ഞത്. 10:30 വായിച്ചേ. ലൂക്കോസ് 10:30. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ജീവനിലേക്ക് മടങ്ങി വരാൻ കഴിയുമോ, പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരാൻ കഴിയുമോ എന്നറിയാതെ ആമേൻ ആ അനാഥനായി വഴിയിൽ കിടന്ന, ആമേ അർദ്ധപ്രാണനായി കിടന്ന ഒരു ജീവിതത്തെ പോലെയായ അനുഭവമാണ് യെരിഹോ. ഹല്ലേലൂയ. ഇതിൽ എന്താണ് ദൂത് പറയാനുള്ളതെന്ന് അറിയാമോ? ഒരിക്കലും കാഴ്ച ലഭിക്കുവാൻ സാധ്യതയില്ലാത്തവന് കാഴ്ച ലഭിച്ചു. ഒരിക്കലും യേശുവിനെ കാണുവാൻ കഴിയാത്തവന് യേശുവിനെ കാണുക മാത്രമല്ല, അവന്റെ ഭവനത്തിന് രക്ഷ വന്നു. അർദ്ധപ്രാണനായി സ്വന്തമായി എഴുന്നേറ്റ് രക്ഷപ്പെടാൻ കഴിയാതെ കിടന്ന, അർദ്ധപ്രാണനായി കിടന്ന മനുഷ്യനെ ആമേൻ നല്ല ശമരിയക്കാരിലൂടെ രക്ഷ പ്രാപിച്ച ഇടമാണ് യെരിഹോ. യെരിഹോവിലെ യുണൈറ്റഡ് ആയിരുന്നു. എന്നോട് നിന്നോട് പറയുന്ന ദൂത് എന്താണെന്നറിയാമോ? എനിക്കും നിനക്കും ഒരിക്കലും എത്തിച്ചേരുവാൻ സാധ്യമല്ല എന്ന് ലോകം വിധി എഴുതിയ ഉന്നതങ്ങളിൽ, ശ്രേഷ്ഠ പദവികളിൽ, ദൈവം നമ്മളെ കുറിച്ച് പദ്ധതി ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗീയ നന്മകളിൽ ഞാനും നിങ്ങളും ഒരിക്കലും എത്തിച്ചേരുകയില്ലെന്ന് വാദിച്ച ശക്തികളെ തകർത്തുകൊണ്ട് നിനക്ക് വേണ്ടി ഉന്നതങ്ങളിൽ വഴിയൊരുക്കുവാൻ പോവുകയാണ് എന്റെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. വ്യർത്ഥമായി നീ നിലവിളിച്ചിട്ട് കാര്യമില്ല, നിനക്ക് കാഴ്ച ലഭിക്കില്ല. ലോകം പറഞ്ഞു നീ അന്ധനാണ്, പക്ഷെ കർത്താവ് പറയുന്നു ഇല്ല, നീ അന്ധനല്ല, നീ കാണുവാൻ പോവുകയാണ്. സ്തോത്രം. സക്കായിയെ, നീ കുള്ളനാണ്, നിനക്ക് യേശുവിനെ കാണുവാൻ കഴിയില്ല. യേശു പറയുന്നു നീ മാത്രമല്ല, നിന്റെ കുടുംബവും എന്നെ കാണുവാൻ പോകുക. അർദ്ധപ്രാണനായ പറയുന്നത് ഒരിക്കലും എനിക്ക് മടങ്ങി വരാൻ കഴിയില്ല. ഇല്ല, നിന്നെ ഞാൻ രക്ഷിക്കും. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ മടങ്ങി വന്ന് ഞാൻ രക്ഷിക്കും. സ്തോത്രം. നീ എത്തിച്ചേരേണ്ട പൊസിഷനിലേക്ക് ഈ ഉപവാസം കഴിയുമ്പോൾ ജോലി മണ്ഡലങ്ങളിലും ആത്മമണ്ഡലങ്ങളിലും ശുശ്രൂഷ മണ്ഡലങ്ങളിലും ദൈവം നിന്നെ എത്തിക്കാൻ പോകുക. ഒരു നന്മ കാണുകയില്ലെന്ന് പറഞ്ഞ് വാദിച്ച ഇടമാണ് യെരിഹോ. നീ മുൻപോട്ട് പോകിയെന്ന് പറഞ്ഞ ഇടമായി യെരിഹോ. നിനക്ക് ഒരിക്കലും വിടുതലില്ലെന്ന് പറഞ്ഞ സ്ഥലമായി യെരിഹോ. അവിടെ ദൈവം നിന്നെ മാനിക്കാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അവൻ യെരിഹോയിലേക്ക് വന്നതുപോലും നിനക്ക് വേണ്ടിയാ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരിക്കലും പ്രാപിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ആമേൻ ശത്രു പറഞ്ഞു ഒരിക്കലും നിനക്കില്ല, നീ ഒരിക്കലും ആകത്തില്ല, നീ അങ്ങൊരു പൊസിഷനിൽ എത്തിച്ചേരുകയില്ലെന്ന് പറഞ്ഞ ഇടം അവിടെ നിന്നെ മാനിക്കാൻ പോകിയ ദൈവത്തിന്റെ ആത്മാവ്. സ്തോത്രം. 2-ാം അധ്യായം, അതിന്റെ 2 രാജാക്കന്മാർ 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം എന്ന് വായിച്ചേ. ഏലിയാവ് അവനോട്, നീ ഇവിടെ താമസിച്ചുകൊണ്ട് യഹോവ എന്നെ യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. യോർദാനിലേക്ക് അവർ യോർദാനിൽ യുണൈറ്റഡ് ആയിരുന്നു. എന്താണ് യോർദാൻ? സ്തോത്രം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. ബുക്ക് ഓഫ് ജോഷുവ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എന്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെ പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെ ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. വാഗ്ദത്തം നിറവേറുവാൻ തടസ്സമായി നിൽക്കുന്ന ശക്തിയാണ് യോർദാൻ. പക്ഷേ മോശയുടെ കൂടെ യുണൈറ്റഡ് ആയി നടന്ന യോശുവേ, നീയും നിന്നെ ഏൽപ്പിച്ച ജനവും കൂടെ നീ യുണൈറ്റഡ് ആയതുകൊണ്ട് യോർദാൻ അക്കരെ നിന്നോടും നിന്റെ കൂടെയുള്ള ജനത്തോടും പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നിറവേറുവാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നോടും ദൈവസഭയിലെ ഓരോ മക്കളോടും ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഈ ദിനങ്ങളിൽ ദൈവം നിറവേറ്റുവാൻ പോകുക. ആമേൻ. വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുമോ എന്ന് പലപ്പോഴും ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ, എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറുമോ നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, ഒരുമിച്ച് സഞ്ചരിക്കുവാൻ തീരുമാനമെടുത്ത ദൈവത്തിന്റെ പൈതലേ, യോർദാൻ അക്കരെ ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോകുക. നിന്റെ നന്മയ്ക്ക് വിരോധമായി നിൽക്കുന്ന ശക്തിയെ മറികടന്ന് ദൈവം നിന്നെ സകല വാഗ്ദത്തങ്ങളും നിന്റെ ജീവിതത്തിൽ നിറവേറ്റുവാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. യോർദാന്റെ പ്രോബ്ലം എന്താ? അതിന്റെ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം വായിച്ചേ. 14-ാം വാക്യം, 3:14. അങ്ങനെ ജനം യോർദാൻ അക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്നും പുറപ്പെട്ടു. നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിനു മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ അരികെ വന്നു. കൊയ്ത്ത് കാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. കൊയ്ത്ത് കാലമാകുമ്പോ യോർദാൻ എന്ത് ചെയ്യും? കവിഞ്ഞൊഴുകും. നിനക്ക് നന്മ കിട്ടാൻ സമയമാകുമ്പോൾ ഒരു വലിയ പ്രളയം. ഈ നന്മ നീ പ്രാപിക്കത്തില്ല പറഞ്ഞ് നീ ആ നന്മയെല്ലാം കൊയ്ത് ഉഴുതു മറിച്ച് എല്ലാം വിളഞ്ഞ് കൊയ്ത്തുകാലം ആകുമ്പോ യോർദാൻ കവിഞ്ഞൊഴുകി സകലതും അത് നശിപ്പിക്കും. സ്തോത്രം. പക്ഷേ നീ പറ്റി നിന്നതുകൊണ്ട് ഒരു അഭിഷിക്ത പാദം നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുക. ഒരു അഭിഷിക്ത കരം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുക. കരകവിഞ്ഞൊഴുകിയ യോർദാൻ ചിറ പോലെ നിനക്ക് വേണ്ടി മാറി നിൽക്കാൻ പോകുക. നിന്റെ നന്മ നീ കാണുക മാത്രമല്ല, നീ അത് അനുഭവിക്കാനും പോകുക. ആമേൻ, ആമേൻ. സ്തോത്രം. യേശു യോർദാൻ കരയിൽ സ്നാനമേൽക്കുമ്പോൾ മത്തായി 3:13 ഇങ്ങനെ വായിക്കുന്നു. അത് വായിച്ചേ. മാത്യു 3:13. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. 16 മുതൽ വാക്യം 16 വായിച്ചേ. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത്. ദൈവം നിന്നെ ആത്മീയ നന്മകളാൽ നിറയ്ക്കുകയും, വായിച്ചു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും. ഈ ഭൂമിയിൽ ദൈവം നിന്നെ പരസ്യമായി അപ്രൂവ് ചെയ്യാൻ പോകുക. സ്തോത്രം. രഹസ്യമായി മറിയോട് പറഞ്ഞത് സമയമായപ്പോൾ പരസ്യമായി ലോകത്തോട് പറഞ്ഞതുപോലെ രഹസ്യമായി നിന്നോടും നിന്റെ കുടുംബത്തോടും മാത്രം അരുളി ചെയ്ത വാഗ്ദത്തങ്ങളും സ്വർഗീയമായ അഭിഷേകങ്ങളും അനുഭവങ്ങളും പരസ്യമായി ലോകത്തോട് പറഞ്ഞ് നീ ദൈവത്തിൻ്റെതാണെന്ന് വെളിപ്പെടുത്തുവാൻ പോകുന്ന ആത്മനന്മകളാൽ ദൈവം നിന്നെ നിറയ്ക്കുവാൻ പോകുകയാണ്. എന്താ കാരണം? യോർദാനിൽ നീ യുണൈറ്റഡ് ആയിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം ഉപവാസ ദിനങ്ങളിൽ
ഒരിക്കലും ദൈവത്തിന് വേണ്ടി ജീവിക്കുകയില്ല തീരുമാനമെടുത്ത ജീവിതങ്ങളുടെ ഉള്ളിലേക്ക് ദൈവാത്മാവ് അഗ്നി പോലെ ഇറങ്ങി വന്ന് ആമേൻ അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ വ്യത്യാസം വരുത്തി ദൈവത്തിനായി ജീവിക്കുന്ന മക്കളാക്കി ദിനങ്ങളിൽ മാറ്റാൻ പോവുകയാണ്. അങ്ങനെ മാറുമ്പോൾ സകല നിന്ദകളും മാറ്റി ആമേൻ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിച്ച് ആമേൻ സ്തോത്രം നിനക്കൊരിക്കലും പ്രാപിക്കാൻ കഴിയാത്ത നന്മകളാൽ ദൈവം നിന്നെ നിറച്ച് ഈ ഭൂപരപ്പിൽ ദൈവത്തിന്റെ മകനാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കത്തക്ക നിലയിൽ ഈ ഉപവാസ ദിനങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പോകുക. നിന്റെ ആദരത്തിൽ നിന്ന് ഉയരേണ്ടത് ഒരേ ഒരു ശബ്ദം, നിന്നാണേ, യഹോവയാണേ, ഞാൻ നിന്നെ വിട്ടു പിരിയുകയില്ല. ഐ വിൽ ബി ഓൾവേസ് വിത്ത് യു. മോശ നടന്നതുപോലെ, ഹാനോക്ക് നടന്നതുപോലെ, ആമേൻ നോഹ നടന്നതുപോലെ ഞാനും ദൈവത്തോടു കൂടെ നടക്കുവാൻ പോകുക. രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുവാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം God is ready. Your father is ready. Are you ready? നീ റെഡിയാണോ? പിതാവിനോട് ചേർന്ന് നടക്കുവാൻ അനുഗ്രഹത്തിന്റെ പെരുമഴ, വിടുതലിന്റെ പെരുമഴ നീ ചോദിച്ചിരുന്ന നിരച്ചിൽ അത്യന്തം പരമായി ഈ 7 ദിവസക്കാലം നീ അനുഭവിക്കും. ഒരേ ഒരു ശബ്ദം, ദൈവമേ, ഒരു നാളും നിന്നെ ഞാൻ വിട്ടുപിരിയുകയില്ല. എൻ്റെ കഠിനമായ തീരുമാനമാകുന്നു, ഞാൻ നിന്നോട് പറ്റിയിരിക്കും.